അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് തുടങ്ങി, ഒരു 8 റീസൺസ് ഞാൻ പറയാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ട്. ഈ ഹാഷിം മലയാളീസ് എന്ന് പറഞ്ഞ ചാനൽ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഹിറ്റായി. 1000 സബ്സ്ക്രൈബേഴ്സ് കുറച്ച് മുന്നായിട്ട് ഹിറ്റായിട്ടുണ്ട്. ബേസിക്കലി മോണിറ്റൈസേഷൻ ഓണായി എന്നർത്ഥം. അപ്പോൾ ഷോക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ മോണിറ്റൈസേഷൻ ഞാൻ ലീവ് ചെയ്യാൻ പോവാണ്. വ്യൂവേഴ്സിനൊരു ആഡ് ഫ്രീ എക്സ്പീരിയൻസ് കൊടുക്കാനും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഈ വീഡിയോ കാണാനും വേണ്ടിയിട്ടാണ് ഒരു പ്രൈമറി റീസൺ. വേറെ കുറച്ച് റീസൺസ് ഉണ്ട്, അത് ഫ്യൂച്ചർ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. യൂട്യൂബ് തുടങ്ങാൻ കാരണമായിട്ടുള്ള 8 പോയിന്റ് ഈ മോണിറ്റൈസേഷൻ ലീവ് ചെയ്യാനുള്ള റീസണിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള ആദ്യത്തെ മെയിൻ കാരണം, അത് റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ജലാലുദ്ദീൻ എന്നാണ് പേര്. അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അവരായിട്ടുള്ള ഒരു കാഷ്വൽ സംഭാഷണത്തിൽ എനിക്ക് ഒരു ഐഡിയ കിട്ടി. ജലാലുദ്ദീൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അറിവ് എത്ര നിസ്സാരമായാലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ഷെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുക എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ സത്യമാണ്. കാരണം എനിക്ക് SLC കഴിഞ്ഞു, +2 പോയിട്ടില്ല, ഡിപ്ലോമ, BTech, MTech, അതിൻ്റെ ശേഷം ഒരു ജോലി കയറി, രണ്ടാമത്തെ ജോലി കയറി, ഇൻ്റർവ്യൂ എക്സ്പീരിയൻസുകളുണ്ട് 4-5 അതിനുശേഷം ഫുട്ബോൾ കളിക്കാനറിയാം, ലാംഗ്വേജ് പഠിക്കാനറിയാം, അറബിക് ലാംഗ്വേജ് കുറച്ചറിയാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചറിയാം, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കില്ലുകൾ കുറച്ചുണ്ട്, ഫയർ സ്റ്റാഫ് സ്പിന്നിങ് അറിയാം. അങ്ങനത്തെ ഒരുപാട് സ്കില്ലുകൾ നമുക്കുണ്ട്. ഈ നോളജ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ അതൊന്ന് വേറൊരാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഷെയർ ചെയ്യുന്ന ആ സ്പോട്ടിൽ ആർക്കാണോ ഷെയർ ചെയ്തത് അയാൾക്ക് ആ നോളജൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേലെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമില്ല മലയാളം അക്ഷരമാല അല്ലെങ്കിൽ മലയാളം എന്നുള്ളത്. അപ്പോൾ മലയാളം അക്ഷരമാലിൻ്റെ ഒരു വീഡിയോ കണ്ടന്റ് ആക്കിയിട്ടാൽ അത് കാണാൻ 1 മില്യൺ ആൾക്കാർ യൂട്യൂബിലുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ, വളർന്നിരുന്ന കുട്ടികൾ മലയാളം അക്ഷരമാല കണ്ടന്റ് ആവശ്യമുണ്ട്. അപ്പോൾ വ്യൂസ് ഒരുപാട് കിട്ടും എന്നുള്ളതാണ് വാസ്തവം. വ്യൂസ് കിട്ടാൻ കാരണം അത് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ബേസിക് നോളജ് ആയിട്ടുള്ള മലയാളം ലാംഗ്വേജ് സ്കിൽ ഉപയോഗിച്ചിട്ട് വരെ അത് ഷെയർ ചെയ്താൽ അതിന് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്കപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇത് ഒരാൾക്ക് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് 1-to-1 ടോക്കിംഗ് ആണ്. നേരിട്ട് പോയിട്ട് പഠിച്ചെടുക്കുക. പക്ഷേ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും അത് സ്കെയിലബിൾ അല്ല. അപ്പോൾ സ്കെയിലബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ അത് പോസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് സ്കെയിലബിൾ ആവും. ഒരുപാട് പേർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജും അതിൽ നിന്നുള്ള ഇൻഫർമേഷനും ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അറിവ് ഷെയർ ചെയ്യുമ്പോൾ ഒരു 90% വ്യൂവേഴ്സിന് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഒരു 10% വളരെയധികം അത്യാവശ്യമുള്ളവരായിരിക്കും അത്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കറിയുന്ന നമ്മളെ അറിവിന് നമുക്കൊരു വിലയില്ല. ചിലപ്പോൾ നമ്മളായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സഹവസിക്കുന്ന ആൾക്കാർക്കും വലിയ വില ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ വില ശരിക്കും മനസ്സിലാവും. അതാണ് ഒന്നാമത്തെ റീസൺ. നമ്മളെ നോളജിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഏറ്റവും ചെറിയ നോളജ് ആയാലും അത് ഷെയർ ചെയ്താൽ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള റീസണാണ്. അതായത് നമുക്ക് അപ്പ് സ്കിൽ ചെയ്യാൻ പറ്റും. നമ്മളെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് നല്ല ജോലി നേടാൻ കഴിയും. ആ ജോലിയിൽ നിന്ന് നല്ല സാലറി ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മാത്രമേ വളരുന്നുള്ളൂ, നമുക്ക് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ കൂടുതൽ ഒരാളെയും കൂടി കൈ പിടിച്ച് കയറ്റുക. നമ്മളെ ലെവലിൻ്റെ ഒരുപാട് താഴത്തുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ അപ്പ് സ്കിൽ ചെയ്തുകൊണ്ടേ പോവാണ്. നമ്മളൊരു എഞ്ചിനീയറിംഗ് ലെവലോ അല്ലെങ്കിൽ BTech ലെവലോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ലീഡർഷിപ്പ് ലെവലിലോ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോവൊക്കെ എടുക്കുന്ന ഒരു ലാംഗ്വേജ് പോലും ഒന്നും അറിയാത്ത ആൾക്കാരെ നമുക്ക് ഈസി ആയിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് തീരെ അറിയാത്ത ആൾക്കാർക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെൻസുകളും കാര്യങ്ങളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ പഠിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മൾ ടീച്ചറായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് നമ്മൾ വളരുന്നതിൻ്റെ കൂടെ ഒരാളെയും കൂടി പിടിച്ച് കയറ്റാൻ പറ്റിയാൽ, നല്ല ലോ ലെവലിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ച് കയറ്റാൻ പറ്റിയിട്ട് അത്ര നല്ലതാണ്. അപ്പോൾ യൂട്യൂബ് ആകുമ്പോൾ, സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഒരുപാട് പേരെ ഒരേ ടൈമിൽ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിലൂടെ പിടിച്ച് മേലേക്ക് കയറ്റാൻ പറ്റുന്നതാണ്. അതാണ് രണ്ടാമത്തെ മെയിൻ റീസൺ. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണാണ് കൺസ്യൂമർ അഡിക്ഷൻ ഒഴിവാക്കുക. നമ്മൾ കണ്ടൻറ്റുകൾ ഒരുപാട് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൺസ്യൂം ചെയ്ത് കണ്ണ് പോയി, ബ്രെയിന് പോയി, ടൈം പോയി, എനർജി പോയി, ഒക്കെ പോയി. ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടുക അല്ലെങ്കിൽ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ കൺസംഷൻ കുറയോ എന്നുള്ള കൺസെപ്റ്റിൽ ഞാനൊന്ന് വർക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് കൺസംഷൻ കുറച്ചിട്ട് പ്രൊഡക്ഷൻ കൂട്ടി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? നമ്മൾ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുക ഒരുപാട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരുപാട് ടൈം ആവശ്യമുണ്ടാവും. നമ്മൾ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്തിരുന്ന ടൈം ഫുള്ള് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കും. കൺസ്യൂം ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസിലാവും. നമ്മൾ ഒരുപാട് കൺസ്യൂം മാത്രം ചെയ്തിരുന്ന ആ സിറ്റുവേഷനിൽ നിന്ന് പ്രൊഡ്യൂസും ചെയ്യുക, ഒരുപാട് ടൈം അതിലേക്ക് പോകും. ബാക്കിയുള്ള ടൈം ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളും കണ്ടന്റ് എല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബാലൻസിൽ പോകും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ കണ്ടന്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു നിർമ്മാണ ബുദ്ധിയും കൂടി വളരും. ഒരു നിർമ്മിക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഹാബിറ്റും കൂടി
ഈ യൂട്യൂബിൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നിർമ്മിക്കണം എന്നാണ്, ഉണ്ടാക്കൽ ഒരുപാട് കൂട്ടണം എന്നാണ്. ഏറ്റവും എളുപ്പത്തിൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് കണ്ടന്റ്. മൊബൈൽ എടുത്തിട്ട് ഓപ്പൺ ആക്കി വെക്കുക, റെക്കോർഡ് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് ഏതെങ്കിലും ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യുക, അത് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുക. അതൊരു ഇൻഫർമേഷനായി, ആ ഇൻഫർമേഷൻ നല്ല വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ നമ്മൾ നിർമ്മാതാവായിട്ട് മാറുകയാണ്. അപ്പോൾ മൂന്നാമത്തെ മെയിൻ റീസൺ നമ്മൾ കൺസ്യൂമർ അഡിക്ഷൻ ഒഴിവാക്കുക, സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറക്കുക എന്നുള്ള റീസൺ. കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ കണ്ടന്റ് എടുക്കൽ കുറയും എന്നുള്ളൊരു കൺസെപ്റ്റ്, അത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. നാലാമത്തെ റീസൺ സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, നമുക്കില്ലാത്തൊരു സ്കില്ല് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കില്ലിൽ ഒരു യൂട്യൂബ് തുടങ്ങിയാൽ മതി. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മലയാളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വേർഡ്സൊന്നും ശരിക്കും വരില്ല, ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നാടൻ മലപ്പുറം ഭാഷയിലാണ് സംസാരിക്കുക. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നം മാറ്റാനും മലയാളം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഞാൻ എന്ത് ചെയ്തു, മലയാളത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ പേഴ്സണൽ ചാനൽ മലയാളത്തിലാക്കി വേണ്ടി. അപ്പോൾ മലയാളത്തിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സ്കില്ലും വർദ്ധിക്കും, ആ സ്കില്ലിൽ നിന്ന് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യും, അതിൽ നമ്മളെ വ്യൂവേഴ്സിന് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. രണ്ട് ബെനിഫിറ്റാണ് ഒറ്റ ടൈം കൊണ്ട് കിട്ടുന്നത്. നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, അതിന് വാല്യൂ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്കില്ലില്ല എന്ന് കരുതിയിട്ട് യൂട്യൂബ് തുടങ്ങാതിരിക്കേണ്ട. നമുക്ക് വി ക്യാൻ ലേൺ അലോങ് വിത്ത് ഓഡിയൻസിൻ്റെ കൂടെ നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. എപ്പോഴും പെർഫെക്റ്റ് ആവാൻ നോക്കുക, അതൊരു കാര്യമില്ല. ഉള്ള സ്കിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അത് കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും ഇവിടെ വർക്ക് ചെയ്തെന്നുള്ളതാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻ കുറച്ചൊക്കെ റെഡിയായി. അടുത്ത അഞ്ചാമത്തെ റീസൺ, ഈ അഞ്ചാമത്തെ ആറാമത്തെ ഏഴാമത്തെ ഒക്കെ റീസൺ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് യൂട്യൂബ് തുടങ്ങി എന്നുള്ള ക്വസ്റ്റ്യനിൽ ഒരു സ്ട്രോങ് ആൻസേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ അഞ്ചാമത്തെ റീസൺ എന്ന് വെച്ചാൽ ലോക്കൽ ഏരിയനെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യാം, അവിടുത്തെ ടോപ്പ് ലീഡർഷിപ്പിലേക്ക് എത്താം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ അവിടുന്ന് പോയാൽ എൻ്റെ പൊസിഷൻ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യും വേറെ ആൾക്കാർ. പക്ഷേ എൻ്റെ ലോക്കൽ ഏരിയയിൽ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ നൈബേഴ്സിന് അറൗണ്ടായിട്ട് എഡ്യൂക്കേഷൻ പരമായിട്ടോ അല്ലെങ്കിൽ കോച്ചിങ് പരമായിട്ടോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറെ ആരും ചെയ്യില്ല, നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ആവശ്യമുള്ള നമ്മൾ ലോക്കൽ ഏരിയയിൽ ഫുൾ എനർജി കൊടുത്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാന്നുള്ള ലക്ഷ്യമുണ്ട്, ഇവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ള ലക്ഷ്യമുണ്ട്. അത് യൂട്യൂബിലൂടെ എങ്ങനെയെങ്കിലും സാധിക്കുമോ എന്നുള്ളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അഞ്ചാമത്തെ മെയിൻ റീസൺ. ആറാമത്തെ റീസൺ എന്ന് പറഞ്ഞത് ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോളോവേഴ്സിനെ എന്തിനാണ് ബിൽഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, പ്രോബ്ലം സോൾവ് ചെയ്യുക. ഏതൊരു ബിസിനസ് ആയാലും അതൊരു സർവീസാണ്. ഏതൊരു സർവീസും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സൗകര്യത്തിൻ്റെ മെച്ചപ്പെടുത്തലാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ അതിൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേരുണ്ടാവും അങ്ങനത്തെ ഒരു പ്രോബ്ലം നടക്കുന്നത്, അവൻ്റെ പ്രോബ്ലം സോൾവ് ആവും. നമ്മൾ ഫാമിലിയിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്താൽ അത് ഈ കേരളത്തിലുള്ള ഒരുപാട് മറ്റ് ഫാമിലീസിലും ആ പ്രോബ്ലംസ് ഉണ്ടാവും, അത് സോൾവ് ആകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സംഭവം അത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുക, പെട്ടെന്ന് സ്കെയിൽ ചെയ്യിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ്റെ പ്രോബ്ലമാണ്, അത് ഞാനിപ്പോൾ ഇവിടെ സോൾവ് ചെയ്താൽ അത് ആ ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്താൽ അത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ഈ യൂട്യൂബിലൂടെ അത് സ്കെയിൽ ചെയ്യാൻ പറ്റും, ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആശയം വിനിമയം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ആറാമത്തെ മെയിൻ റീസൺ. ഏഴാമത്തെ ദി ബെസ്റ്റ് റീസൺ, സ്ട്രോങ് വൈ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമുണ്ട്. അതായത് ഈ ചാനൽ കേരളത്തിലെ മോസ്റ്റ് യൂസ്ഫുൾ ചാനൽ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലല്ല, ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ചാനൽ എന്നല്ല പറയുന്നത്, മോസ്റ്റ് യൂസ്ഫുൾ ചാനൽ എങ്ങനെയെങ്കിലും ആക്കണം എന്നുള്ള ലക്ഷ്യമുണ്ട്. അതിനൊരു ടീം ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ കാര്യം ചെയ്യുക, യൂട്യൂബിൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാം. ചാനൽ വിസിറ്റ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കാണാൻ പറ്റും ഒരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ നമ്മളെ ഈ ചാനലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവിടെ. ഇപ്പോൾ ടൈമും എനർജിയും സേവ് ചെയ്യണം, അത് ഉപയോഗിച്ചിട്ട് നോളജും സ്കിൽ സെറ്റും ഡെവലപ്പ് ചെയ്യണം. ആ ടൈം എനർജിയും നോളജും സ്കിൽ സെറ്റ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യണം, പ്രൊഡക്ടിവിറ്റിയിൽ വർക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, വാല്യൂ ജനറേറ്റ് ചെയ്യണം, ജനറേറ്റ് ചെയ്ത വാല്യൂ റീഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ ഒരു എഫക്റ്റീവ് ലൈഫ് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്ലേ ലിസ്റ്റ് ആക്കി ഇടാനുള്ള ലക്ഷ്യമാണ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ഗോളിനായിട്ട് മാച്ചായി പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ എന്തുകൊണ്ട് മോണിറ്റൈസേഷൻ ലീവായി എന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ സീ യു ടുമോറോ.